Hi everyone, welcome to Manju's Maths. ഇന്നത്തെ ചോദ്യം, what is the rightmost digit preceding the zeros in the values of 30 raised to 30? അതായത് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട് 30 raised to 30. ആ സംഖ്യയുടെ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റാണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ ഒരു സംഖ്യ എന്ന് പറയുന്നത് 30 raised to 30 എന്ന് പറയുന്നത് എന്താണ്? 30 ഇൻറ്റു 30നെ 30 തവണ മൾട്ടിപ്ലൈ ചെയ്തതാണ് അല്ലേ? എക്സെട്ര ഇൻറ്റു 30. അതായത് എത്ര തവണയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 30 തവണയാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഖ്യയിൽ ഏറ്റവും എൻഡിൽ വരുന്ന, അതായത് കുറേ സീറോസ് എൻഡിൽ വരും. ആ സീറോസിന് തൊട്ട് മുൻപ് വരുന്ന സീറോ അല്ലാത്ത ആ ഒരു ഡിജിറ്റാണ് നമ്മളോട് ഇവിടെ കാണാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ തന്നിരിക്കുന്ന സംഖ്യേനെ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം. തന്നിരിക്കുന്നത് എന്താണ്? 30 raised to 30. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 30നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 10 30. ഓൾ റേസ് ടു 30 വരും. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമുക്കറിയാം എ ബി ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഇൻറ്റു ബി റേസ് ടു എൻ ആണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 3 raised to 30 ഇൻറ്റു 10 raised to 30 എന്ന് കിട്ടും. ഇനി ഈ ഒരു സംഖ്യ നോക്കൂ, 10 raised to 30 എന്ന് പറയുന്നത് എന്താണ്? 10നെ 30 തവണ മൾട്ടിപ്ലൈ ചെയ്തതാണ്, അതായത് ഗുണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 30 പൂജ്യങ്ങളുണ്ടായിരിക്കും എൻഡിൽ. നമ്മളോട് അതല്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണുന്നത് എന്താണ്? സീറോസ് അല്ലാതെ അതിന് തൊട്ട് മുന്നേ വരുന്ന ഡിജിറ്റാണ് നമ്മളോട് കാണാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കാണേണ്ട സംഖ്യ ഏതാണ്? 3 raised to 30. ആ ഒരു സംഖ്യ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും റൈറ്റ് എൻഡിൽ വരുന്ന ആ ഒരു ഡിജിറ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട്, അതായത് ഒരു സംഖ്യ തന്നിട്ട് അതിൻ്റെ, അതായത് പവറിൽ തന്നിട്ട് നമ്മളോട് അതിൻ്റെ ഏറ്റവും എൻഡിൽ വരുന്ന ആ ഒരു ഡിജിറ്റ് ഏതാണ് എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംഖ്യയുടെ സൈക്ലിസിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ സൈക്ലിസിറ്റി എങ്ങനെയാണ് കാണാമെന്നുള്ളത് നോക്കാം. നമുക്കറിയാം 3ൻ്റെ പവറിൽ വരുന്ന ആ ഒരു സംഖ്യകളുടെ എൻഡിൽ വരുന്ന ആ ഒരു ഡിജിറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 3 raised to 1 എന്ന് പറയുന്നത് 3 തന്നെയാണ് അല്ലേ? 3 raised to 2, അതായത് 3 square എന്ന് പറയുന്നത് 9 ആണ്. 3ൻ്റെ പവറിൽ 3 ക്യൂബ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 27 വരുന്നത്. അപ്പോൾ അതിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ്. ആൻഡ് 3 raised to 4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 27 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ അതിൻ്റെ എൻഡിൽ വരുന്നത് എന്തായിരിക്കും? 1 വരുന്നത്. ഓക്കെ, ഇനി വീണ്ടും ചെക്ക് ചെയ്യാം. 3 raised to 5 എന്ന് വരുമ്പോൾ വീണ്ടും ഈ 1 ഇൻറ്റു 3 എന്ന് വരും. അപ്പോൾ 3 എന്ന് വരും. ഇനിയിപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടും 3 9 7 1. ഇതാണ് ഈ 3ൻ്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്ലിസിറ്റി ചെക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓരോ പവർ നമ്മൾ നോക്കുക, ആ പവർ ഇട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു ഡിജിറ്റ് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇവിടെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് 4 ആണ്. കാരണം എന്താണ്? ഇവിടെ 3 9 7 1 വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഇതേ ഓർഡർ തന്നെയായിരിക്കും വരുന്നത്. ഇനി അടുത്ത് 3 raised to 6 കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആയിരിക്കും. 3 raised to 7 ചെയ്യുമ്പോൾ 7 ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യും. അതായത് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്, സൈക്ലിസിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, എന്നാലും സൈക്ലിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് 4 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 30 raised to 30 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യ എന്ന് പറയുന്നത് 30 ആണ്. ആ സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ സൈക്ലിസിറ്റി ആയിട്ടുള്ള 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ നമ്മൾ നോക്കണം. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ 7 28 എന്ന് വരും. റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആണ് റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 2 എന്ന് പറയുന്ന ഈ റിമൈൻഡർ എന്ത് ചെയ്യുകയാണ്? ഈ സംഖ്യ ആയിട്ടുള്ള 3ൻ്റെ പവറിലിട്ട് കൊടുക്കുകയാണ്. 3 raised to 2, അതായത് 3 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9. ഈ 9 ആയിരിക്കും ഈ എൻഡിൽ വരുന്ന ആ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ സൈക്ലിസിറ്റി ആണ് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. തന്നിരിക്കുന്ന ആ ഒരു സംഖ്യയെ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ മാറ്റി എഴുതുവാണ്. അതിന് ശേഷം
നമുക്ക് കാണേണ്ട ഈ സംഖ്യ ഇതിൻ്റെ പവർ, ആ പവർ കണ്ടിട്ട് ആ കിട്ടുന്ന ആ ഒരു സംഖ്യേൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു ഡിജിറ്റാണ് നമുക്ക് കാണേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈക്ലിസിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ 3ൻ്റെ സൈക്ലിസിറ്റി എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടി. ആ 4നെ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന സംഖ്യ എന്താണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റിമൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. റിമൈൻഡർ നമുക്ക് 2 ഇവിടെ കിട്ടിയത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് സംഖ്യയുടെയാണോ സൈക്ലിസിറ്റി കണ്ടത് ആ സംഖ്യയുടെ പവറിൽ ഈ ഒരു റിമൈൻഡർ എഴുതുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 9 ആയിരിക്കും ഈ ഒരു സംഖ്യയുടെ ഏറ്റവും റൈറ്റിൽ വരുന്ന ആ ഒരു ഡിജിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 222 raised to 333 plus 333 raised to 222 is divisible by which of the following numbers? അപ്പോൾ ഇവിടെ നോക്കൂ, ഏത് സംഖ്യയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഈ ഒരു സംഖ്യയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഈ ഒരു സംഖ്യേനെ ഡിവിസിബിൾ ആക്കാൻ പറ്റുന്ന ഏതൊക്കെ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത് ഈ ഒരു ഓപ്ഷനിലുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സംഖ്യ കൊണ്ട് ഈ ഒരു വലിയൊരു സംഖ്യനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. 222 raised to 333 പ്ലസ് 333 raised to 222. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 222നെ നമുക്ക് 2 × 111 എന്നെഴുതാം. ഓൾ റേസ് ടു മുകളിൽ 333 പ്ലസ് അതേപോലെ തന്നെ 333നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 111 എന്ന് എഴുതാം അല്ലേ? ഓൾ റേസ് ടു 222. ഇനി ഇതിനെ നമുക്ക് വീണ്ടും റീറൈറ്റ് ചെയ്യാം. ഇതിന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 raised to 333, അതായത് AB all raised to n എന്ന് പറയുന്നത് A raised to n × B raised to n ആണ്. ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇൻറ്റു 111 raised to 333. ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒട്ടും അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ബേസ് ലെവലിൽ തന്നെ പറഞ്ഞു തരികയാണ്. പ്ലസ് 3 raised to 222 ഇൻറ്റു 111 raised to 222. ഇനി നമുക്കിതിൽ കോമൺ ആയിട്ട് നമുക്ക് എന്തെടുത്ത് എഴുതാം? കോമൺ ആയിട്ട് ഇതിൽ നിന്നും 111 raised to 222 എടുത്ത് എഴുതാം. അതിന് മുന്നേ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷൻ വരും. 2 raised to 333 ഇൻറ്റു 111 raised to, ഇവിടെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് 222 ആണ്. പക്ഷേ ഇവിടെ 333 ഉണ്ട്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് 222 നമ്മൾ എടുക്കുമ്പോൾ ബാക്കി എത്ര വരും? 222 ഇൻറ്റു 111 raised to 111 എന്ന് വരും. പ്ലസ് 3 raised to 222 ഇൻറ്റു 111 raised to 222. ഇനി നമുക്ക് ഇതിൽ കോമൺ ആയിട്ട് എടുക്കാമല്ലോ. 111 raised to 222 ഇൻറ്റു 2 raised to 333. ഇവിടെ ഒരു ബാക്കി 111 raised to 111 കിടക്കുന്നുണ്ട്. പ്ലസ് 3 raised to 222. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 1 ജസ്റ്റ് ഒന്ന് എഴുതിയിടുവാണ്. ഇനി നമുക്കറിയാം ഈ 111 എന്ന് പറയുന്നതിനെ നമുക്ക് 3 × 37 എന്ന് എഴുതാം. ഇത് മിക്ക ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്കതും ചോദിക്കുന്നുണ്ട്. 111ൻ്റെയൊക്കെ ഫാക്ടറൈസേഷനും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, 111നെ നമുക്ക് 3 × 37 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 111നെ 3 × 37 എന്ന് എഴുതാൻ പറ്റിയത് കൊണ്ട് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് 37ഉം 3ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ 111നെ 37 × 3 എന്ന് എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 and 37 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ തന്നെ നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത് പ്രകാരം 3 കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ 37 കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 37 കൊണ്ട് പറ്റും, പക്ഷേ 3 കൊണ്ട് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് കിട്ടി 3 കൊണ്ടും 37 കൊണ്ടും.
ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എയും സിയും കളയാം. ഇനി നമുക്ക് ഓപ്ഷൻ ബിയും ഡിയും ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ആണ് തന്നിരിക്കുന്നത്. രണ്ട് ഓപ്ഷനിലും 2 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്, 2 കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ ചെക്ക് ചെയ്യണം, എന്നാലാണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ ഇക്വേഷൻ നമ്പർ 1 ഒന്ന് നോക്കൂ. ഇക്വേഷൻ നമ്പർ 1 2 ഇൻറ്റു, അതായത് 2⁻³ ഇൻറ്റു 111 എന്ന് തന്നിട്ടുണ്ട്. ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൺ നമ്പറാണ് അല്ലേ? അതായത് 2ൻ്റെ പവറിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതൊരു ഈവൺ നമ്പറാണ്. അത് ഇൻറ്റു 111, അപ്പോൾ അതൊരു ഈവൺ നമ്പറാണ്. അപ്പോൾ ഈ ഒരു സംഖ്യേനെ മാത്രം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 3⁻²22 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പർ ആയിരിക്കും എപ്പോഴും. അതായത് 3ൻ്റെ പവറിൽ എത്ര സംഖ്യകൾ വന്നു കഴിഞ്ഞാലും ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ മൊത്തം സംഖ്യ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതായത് ഈ ഒരു സംഖ്യ ഈവൺ ആണ്, ഈ ഒരു സംഖ്യ ഓഡാണ്. ഈവൺ പ്ലസ് ഓഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഓഡ് സംഖ്യ ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മൊത്തം സംഖ്യ എന്ന് പറയുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു ഓഡ് നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഓപ്ഷനിൽ രണ്ടും കൂടിയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ആ ഒരു കാര്യം ക്യാൻസൽ ചെയ്യാം. കാരണം അതിൽ തന്നിരിക്കുന്നത് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 3 കൊണ്ടും 37 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, പക്ഷേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്തത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്